ഒത്തിരി സ്നേഹത്തോട് കൂടി തന്നെ യെസ് പ്ലീസ്. ഗുഡ് മോർണിംഗ്, എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഈ സിനിമ തുടങ്ങിയത് ഒരു വർഷം മുമ്പാണ്. കറക്റ്റ് ഈ ഒരു വർഷം, ഇന്ന് ഒരു വർഷം ആകെ. അപ്പം അത്രയും സമയമെടുത്ത് ചെയ്തൊരു സിനിമയാണ് മലൈക്കോട്ട വാലിബൻ. കേരളത്തിലല്ല ഷൂട്ട് ചെയ്തിരിക്കുന്നത്, കൂടുതലും രാജസ്ഥാനിലാണ്, മദ്രാസിലുമാണ്. ജയ്സൽമീർ, പൊക്രാൻ, ചിഞ്ചി ഫോർട്ട്, പോണ്ടിച്ചേരിയിലൊക്കെയാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ വ്യത്യസ്തമായൊരു സിനിമയാണ്. ഞാൻ ഇത്തരത്തിലൊരു സിനിമ ചെയ്തിട്ടില്ല, ഈ ജോണറിലുള്ളൊരു സിനിമ. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നിങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞതുപോലെ ഇതിനൊരു കാലദേശങ്ങളൊന്നും ഇല്ലാത്തൊരു സിനിമയാണ്. ഒരു ഫോക്ലോർ, ഒരു നാടോടി കഥ പോലത്തെ സിനിമയാണ്. അതിനെ വലിയൊരു ക്യാൻവാസിൽ ഏറ്റവും മനോഹരമായിട്ട് അവതരിപ്പിച്ചിരിക്കുന്നു എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ലാലേട്ടൻ, ലിജോ ജോസ് പല്ലിശ്ശേരി, ഈ രണ്ട് കോമ്പിനേഷനുകളും മലയാളികൾ മാത്രമല്ല ഓൾ ഇന്ത്യ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു കോമ്പിനേഷൻ കൂടെയാണ്. അപ്പോൾ ഞാൻ ആ വാക്ക് ഉപയോഗിക്കുകയാണ്, ഒരു പുതുമ. കാരണം ലാലേട്ടൻ ഇതിനു മുമ്പ് ചെയ്തിട്ടില്ല എന്ന് കഴിഞ്ഞ നേരിന്റെ പ്രൊമോഷനൊക്കെ വന്നപ്പോൾ പറഞ്ഞാണ്. അപ്പോൾ ലാലേട്ടൻ ഏറ്റവും കൂടുതൽ എക്സൈറ്റ് ചെയ്തൊരു ഫാക്ടർ എന്താണ്? അതിനേക്കാൾ ഉപരി അത് പ്രേക്ഷകരിലേക്ക് എത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ എന്തോരാണ് ഇപ്പോൾ? അല്ല, ഇങ്ങനത്തെ ഒരു ജോണറിലൊരു സിനിമ ഇന്ത്യൻ സിനിമയിൽ ഉണ്ടായിട്ടുണ്ടായില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇതിനൊരു, ഞാൻ അന്ന് പറഞ്ഞൊരു കാലവും ദേശങ്ങളൊന്നും ഇല്ലാത്തൊരു സിനിമയാണത്. അപ്പം അതിൻ്റെ ക്രാഫ്റ്റ് എന്ന് പറയുന്നത് മാറ്റി നിർത്തിയാൽ ക്രാഫ്റ്റ് വൈസ് വളരെ രസകരമായൊരു വലിയൊരു ക്യാൻവാസിലാണ് ഈ സിനിമ ചെയ്തിരിക്കുന്നത്. പക്ഷെ ഒരു സിനിമയ്ക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും, ഒരു കഥ പറയുമ്പോൾ നമുക്ക് എന്തൊക്കെ വേണോ അതെല്ലാം ഉണ്ട്. അതിൽ പ്രേമമുണ്ട്, പ്രണയമുണ്ട്, വിരഹമുണ്ട്, ദുഃഖമുണ്ട്, സന്തോഷമുണ്ട്, പ്രതികാരമുണ്ട്, അസൂയയുണ്ട്, അങ്ങനെയുള്ള ഹ്യൂമൻ ഇമോഷൻസ് മുഴുവനുള്ളൊരു സിനിമയാണ്. അതിനെ എങ്ങനെ പ്ലേസ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. അത് നമ്മൾ സാധാരണ കാണാത്തൊരു ടെറൈനിൽ. നമ്മളിപ്പം ഇത് കേരളത്തിൽ നടന്നൊരു കഥയാണോ എന്ന് ചോദിച്ചാൽ അല്ല, ഇതെവിടെ നടന്നതാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇന്ത്യയിൽ എവിടെയോ ഒരു സ്ഥലത്ത്. അതിന് എത്ര പഴക്കമുള്ളൊരു സിനിമയാണെന്ന്, കാലമാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് കാലദേശങ്ങളില്ല എന്ന് പറയുന്നത്. അപ്പോൾ അതിലുപയോഗിച്ചിരിക്കുന്ന അതിൻ്റെ കോസ്റ്റ്യൂം ആയാലും അതിൻ്റെ ഭാഷയായാലും അതിലെ ഗാനങ്ങളായാലും അതൊരു കഥ പറയുന്ന രീതിയാണ്. അപ്പോൾ അതൊരു വലിയ ക്യാൻവാസിലാണ് ഏറ്റവും മനോഹരമായിട്ട് ഷൂട്ട് ചെയ്തിരിക്കുന്ന സിനിമ എന്ന് ഞാൻ പറയുന്നു. കാര്യം അതിൻ്റെ ക്യാമറ വർക്ക് ഈസ് സൂപ്പർ, അതിൻ്റെ മ്യൂസിക് ഈസ് സൂപ്പർ. അങ്ങനെയല്ല, ഒരു സിനിമ നന്നാകണമെങ്കിൽ അതിലെല്ലാവരും നന്നായിട്ട് അഭിനയിക്കണം, അതിൻ്റെ ക്യാമറ നന്നായിരിക്കണം, പാട്ട് നന്നായിരിക്കണം, ലൊക്കേഷൻ നന്നായി, ഒരുപാട് ഫാക്ടറുണ്ട്. അതിലുപരി അതിനൊരു ഭാഗ്യവും വേണം. ആ ഭാഗ്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ വെയിറ്റ് ചെയ്യുന്നത്. അല്ലാതെ സിനിമ എന്നുള്ള രീതിയിൽ എന്നെ സംബന്ധിച്ചാണ് ആസ് ആൻ ആക്ടർ എനിക്ക് വളരെയധികം സംതൃപ്തി തരുന്ന ഒരു സിനിമയാണ്. നമ്മൾ സാധാരണ ചെയ്യാത്ത സിനിമ എന്ന് പറഞ്ഞാൽ ബാക്കി എല്ലാം ഉണ്ട്, പക്ഷെ അതിനെ എങ്ങനെ ട്രീറ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് ഡിഫറൻറ്റ്. അപ്പം ഇത് പല ഭാഷകളിലേക്ക് ഡബ് ചെയ്യുന്ന അവസരങ്ങളിലൊക്കെ അവിടുത്തെ ആൾക്കാർ പറഞ്ഞ കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. അവരാരും ഇത്തരത്തിലൊരു സിനിമ കണ്ടിട്ടില്ല, ഇത് വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു സിനിമയാണ്. അപ്പൊ എൻ്റെ അടുത്ത് ഈ കഥ പറയുന്ന സമയത്തും ഇതിങ്ങനെയാണ് ചെയ്യാൻ പോകുന്നത് പറയുന്ന സമയത്തൊക്കെ ഉള്ള ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ എൻ്റെ ഒരു എന്താണ് അതിലേക്ക് എടുത്തു ചാടിയത് അതുകൊണ്ടാണ്. പിന്നെ തീർച്ചയായിട്ടും ലിജോ എനിക്ക് എത്രയോ വർഷമായിട്ട് അറിയാവുന്നതാണ്. അദ്ദേഹത്തിന്റെ സിനിമകൾ ഞാൻ കണ്ടതാണ്. ഞങ്ങൾ ഇതിനു മുമ്പ് പല സിനിമകളെ കുറിച്ച് ഡിസ്കസ് ചെയ്തതാണ്. പക്ഷെ ഇങ്ങനെ ഒരു കഥ വന്നപ്പോൾ തീർച്ചയായും ഷിബു അതാണ് കൂടുതൽ ഇനിഷ്യേറ്റീവ് എടുത്ത്. അങ്ങനെ ഒരു കഥ വന്നപ്പോൾ ഇതിൻ്റെ അകത്തൊരു പോസിബിലിറ്റി ഉണ്ട്, ഒരു വലിയ ക്യാൻവാസിലേക്ക്, നമ്മൾ ചിന്തിച്ചതിനേക്കാളും വലിയ ക്യാൻവാസിലേക്ക് ആ ചിത്രം കൊണ്ടുപോകേണ്ടി വന്നു. കാര്യം അത് നമ്മൾ ഓരോ ഷൂട്ട് ചെയ്തപ്പോൾ അത്തരത്തിലാണ്. അതിൽ ഉപയോഗിച്ചിരിക്കുന്ന ടെക്നിക്സ് ഒക്കെ അങ്ങനെയാണ്. ഇനി 25-ാം തീയതിയാണ് ഈ സിനിമ റിലീസാകുന്നത്. അതിന് ഭാഗ്യം ഉണ്ടാകട്ടെ. ആ ഭാഗ്യം കൂടെയാണ് ആ സിനിമയ്ക്ക് ഇനിയും വേണ്ടത്. അങ്ങനെ വിറയ്ക്കുമെന്നൊക്കെ എനിക്ക് പറയാൻ പറ്റില്ല, കുഴപ്പമുണ്ടായില്ല എന്ന് തോന്നുന്നു. അങ്ങനെയല്ലല്ലോ, ഒരു പ്രസന്റ് ചെയ്യുന്ന രീതിയാണല്ലോ ഇൻട്രഡക്ഷൻ എന്ന് പറയുന്നത്. ആ സിനിമയിൽ ഒരാളെ കാണാൻ കാത്തിരിക്കുമ്പോൾ അയാളെ പ്രസന്റ് ചെയ്യുന്ന ഒരു ത്രില്ലാണ്, അതൊരു സ്കില്ലാണ്. ആ സ്കില്ല് ഈ സിനിമയിൽ ഉണ്ടായിരിക്കാം. ഇനി കണ്ടിട്ടേ പറയാൻ പറ്റുള്ളൂ. ഇനി മോൻ വിറച്ചില്ല എന്ന് പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് വന്ന വഴക്കുണ്ടായി. ശിവചേട്ടനൊക്കെ പറഞ്ഞ പ്രതിഭയും പ്രതിഭാസവും നിങ്ങൾ രണ്ടുപേരും കൂടെ ഒന്നിക്കുകയാണ്. ഇതാണ് പ്രേക്ഷകർ ആകാംക്ഷയോട് കാത്തിരിക്കുന്നത്. ലിജോ എന്ന് പറയുന്ന സംവിധായകൻ വലിയ യൂണിവേഴ്സിറ്റിയാണ്. യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ സംവിധാനം. നമ്മളൊക്കെ ആകാംക്ഷയോട് കാത്തിരിക്കുകയാണ് ഈ സിനിമയിൽ. ലാലേട്ടനെ സംബന്ധിച്ചോളം ലിജോ ചേട്ടനുമായിട്ട് കൂടുമ്പോൾ ഉണ്ടായിരുന്ന ഒരു ആശയക്കുഴപ്പങ്ങളോ അല്ലെങ്കിൽ ടെൻഷനോ ലൊക്കേഷൻ പോകുമ്പോൾ ലിജോ പറയുന്ന ഒരു ഫ്രെയിമുകൾക്ക് വ്യത്യാസമാണ്. അതെങ്ങനെയായിരുന്നു ലാലേട്ടൻ ഉൾക്കൊണ്ടുപോയത്? ലാലേട്ടൻ
ഷിബു പറഞ്ഞ പോലെ പ്രതിഭയും പ്രതിഭാസവും എന്നൊക്കെ ഉള്ളത് വിട്ടിട്ട് ഞാനും ഇദ്ദേഹം കൂടെ ചെയ്യുന്ന ഒരു സിനിമയായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. അത് നന്നായിരുന്നോ ഇല്ലയോ ഇതൊക്കെ ആ വാക്കുകളൊക്കെ പിന്നെ ഓരോരുത്തർക്ക് തോന്നുന്ന വാക്കുകളാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ സിനിമകൾ ഞാൻ കണ്ടിട്ടുണ്ട്, അദ്ദേഹത്തിന് എനിക്കറിയാം. അദ്ദേഹത്തിന്റെ ഫാദറുമായിട്ട് ഒരുപാട് സിനിമകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന് സിനിമയെ റെസ്പെക്ട് ചെയ്യുന്ന ഒരാളാണ്, സിനിമയിൽ ഭയങ്കര മാറ്റങ്ങൾ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. അദ്ദേഹത്തിൻ്റെതായൊരു സ്ഥാനമുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരാളുടെ കഥയിലേക്ക് പോകുന്ന സമയത്ത് ആ കഥയിൽ വളരെയധികം പ്രത്യേകതയുണ്ട്. നേരത്തെ ചോദിച്ചാൽ ഇതിന് ഒരു എന്താണ് ഒരു സ്ഥലത്ത് നടന്നൊരു കഥ, ഒരു അമർ ചിത്ര കഥ എന്ന് പറഞ്ഞ പോലെയാണ് അല്ലേ. അപ്പൊ അതില് എങ്ങനെ വേണം എന്നുള്ളത് നമ്മൾ ആലോചിച്ചപ്പോൾ അതിൻ്റെതായിട്ടുള്ള ലൊക്കേഷനുകള്, കോസ്റ്റ്യൂമ്, കാര്യങ്ങള് എല്ലാം വരുമ്പോഴാണല്ലോ ഒരു കഥാപാത്രമായി മാറുന്നത്. അങ്ങനെ മാറിയപ്പോൾ ഉണ്ടാകുന്ന ചില കൺഫ്യൂഷൻ ചിലപ്പോൾ ഉണ്ടാകാം. അതൊക്കെ അദ്ദേഹം അതിന് നമുക്ക് സോൾവ് ചെയ്ത് തരും. നമുക്ക് സംശയങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാവുമല്ലോ. അപ്പൊ ആ സംശയങ്ങളൊക്കെ ദൂരീകരിച്ചുകൊണ്ട് തന്നെയാണ് ആ സിനിമ മുന്നോട്ട് പോയിരിക്കുന്നത്. അപ്പൊ അതിനെ ഒരു സിനിമയെ പിന്നെ എന്താണ് ഒരു വലിയ സിനിമയാക്കി മാറ്റുന്ന ഒരുപാട് ഘടകങ്ങളുണ്ടല്ലോ. അതിലൊക്കെ അദ്ദേഹം ശ്രദ്ധ ഊന്നിയിട്ടുണ്ട്. അതിന്റെ ക്യാമറ ആയാലും അതിന്റെ കോസ്റ്റ്യൂം ആയാലും അതിന്റെ മ്യൂസിക് ആയാലും റീ റെക്കോർഡിംഗ് ആയാലും അതിന്റെ കാസ്റ്റിംഗ് ആയാലും ആ കാസ്റ്റിംഗിൽ തന്നെയാണ് ഞാനും ബന്ധപ്പെട്ടത്. അല്ലാതെ എനിക്ക് വേണ്ടി എഴുതിയ ഒരു കഥയല്ല, ഒരു കഥയിലേക്ക് എന്നെ അദ്ദേഹം കൊണ്ടുവരികയായിരുന്നു. ആരാണ് ചോദിക്കുന്നത്? ആ ചോദിച്ചോളൂ. ഇത് പുതിയ കഥയല്ല, പഴയ കഥയാണ്. അല്ല, പുതിയ രീതിയിൽ സിനിമ സമീപിച്ച ഒരാളാണ് അദ്ദേഹം. അതിലേക്ക് നമ്മളും ബ്ലെൻഡായി എന്നുള്ളതാണ്. അങ്ങനെയൊന്നും പറയാൻ പറ്റില്ലല്ലോ. ഇപ്പൊ അടുത്ത സിനിമ ഇത് കഴിഞ്ഞിട്ട് വേറെ സിനിമ ചെയ്തിട്ട് നിങ്ങൾ പറഞ്ഞില്ലേ നിങ്ങൾ തുടക്കമാണ്. അങ്ങനെയല്ലല്ലോ. അങ്ങനെ ഒരു സിനിമ വന്നപ്പോൾ എനിക്കത് ചെയ്യാൻ പറ്റി. വളരെ ഡിഫറെന്റ് ആയിട്ടുള്ളൊരു സിനിമ വന്നു കഴിഞ്ഞാൽ ചെയ്യും. നമുക്കും കൂടെ താല്പര്യം വരണമല്ലോ. ഇപ്പൊ നമ്മളോട് പലരും ഒരു കഥ വന്ന് പറഞ്ഞിട്ട് അത് ഇഷ്ടമായില്ലെന്ന് പറഞ്ഞാൽ ദേഷ്യപ്പെട്ടിട്ട് കാര്യമില്ല. നമുക്കൂടെ ഇഷ്ടം, നമുക്കും തെറ്റുകൾ പറ്റാം. നമ്മൾ ചില തിരഞ്ഞെടുക്കുന്ന കഥകൾ ശരിയായിണമെന്നില്ല. പക്ഷെ ചില കഥകൾ വളരെയധികം നമ്മളെ എക്സൈറ്റ്മെന്റ് ഉണ്ടാക്കും. അത്തരത്തിൽ എക്സൈറ്റ്മെന്റ് ഉണ്ടാക്കിയ ഒരു സിനിമയാണിത്. പിന്നെ അവിടെ ചെല്ലുമ്പോൾ ആ സിനിമ വീണ്ടും വളരെയധികം നന്നായിട്ട് ഗ്രോ ചെയ്യുമ്പോൾ നമ്മളും അതിലേക്ക് അറിഞ്ഞോ അറിയാതെയോ പെട്ടുപോവുകയാണ്. അപ്പൊ ആ ഒരു പെടൽ അത് വളരെ ബ്യൂട്ടിഫുൾ ആയിരുന്നു. അപ്പൊ അതുകൊണ്ടൊരു നല്ല സിനിമയാവും. അതുകൊണ്ട് ഇനി വരുന്നതെല്ലാം മറ്റേ മലൈക്കോട്ടെ വാലിബൻ പോലെയുള്ള സിനിമയാണെന്ന് പറയാൻ പറ്റില്ല. ആസ് ആൻ ആക്ടർ എനിക്ക് കഥാപാത്രങ്ങൾ കിട്ടുക എന്ന് പറയുന്നത് ഒരു ഭാഗ്യമാണ്. അല്ല, ഞാൻ നാളെ എണീറ്റ് മലൈക്കോട്ടെ വാലിബൻ എന്നൊരു സിനിമ ചെയ്യണം എന്ന് ആഗ്രഹിച്ചാൽ പറ്റില്ലല്ലോ. ഇറ്റ് ഹാസ് ടു കം ടു മീ. അതാണ് ആക്ടേഴ്സ് എന്ന് പറയുന്നത്. നമുക്ക് ചോയ്സ് ഒന്നുമില്ല, നമുക്ക് വരുന്നത് ചെയ്യണം. പക്ഷെ അതില് നമുക്ക് വളരെ നല്ല രസകരമായിട്ടുള്ള സിനിമകൾ വരിക എന്ന് പറയുന്ന ഒരു ആക്ടറിനെ സംബന്ധിച്ചിടത്തോളം ഭാഗ്യമാണ്. അപ്പൊ ആ ഒരു ഭാഗ്യമായിട്ടാണ് ഞാൻ ഈ സിനിമയെ കാണുന്നത്.